എല്ലാവർക്കും മല്ലുവുഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാത്രി റിലീസ് ചെയ്യുന്ന സിനിമകളും അതുപോലെ ഇന്ന് ന്യൂ ഇയർ ദിനത്തിൽ ഒരുപാട് സിനിമകൾ റിലീസുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ ഇന്നത്തെ റിലീസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കൂ. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ അപ്ഡേറ്റ് പഞ്ചവത്സര പദ്ധതി എന്ന സിനിമയെക്കുറിച്ചാണ്. സിജു വിൽസൺ, നിഷ, സുധീഷാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു കോമഡി മൂവിയാണ്. ഇപ്പോഴിതാ പഞ്ചവത്സര പദ്ധതി റിലീസായിരിക്കുകയാണ്. മനോരമ മാക്സിൽ സിനിമ ഇപ്പോൾ അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് വിടുതലൈ പാർട്ട് 2 എന്ന സിനിമയെക്കുറിച്ചാണ്. ഇതൊരു ആക്ഷൻ ഡ്രാമ മൂവിയാണ്. വിജയ് സേതുപതി, മഞ്ജു വാര്യർ, ഭവാനി തുടങ്ങിയവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ ആദ്യ പാർട്ട് വിജയിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിത് ഇന്ന് വിടുതലൈ പാർട്ട് 2 എന്ന സിനിമ OTT റിലീസ് ആയിരിക്കുകയാണ്. ഒഫീഷ്യൽ OTT അല്ല, ഓവർസീസിൽ എൻഡിസിയാൻ OTT പ്ലാറ്റ്ഫോമിലാണ് റിലീസായിരിക്കുന്നത്. സിനിമ ഇറങ്ങിയിട്ട് 2 ആഴ്ച മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും OTT റിലീസ് ആയിരിക്കുകയാണ്. ഇപ്പോൾ സിനിമ എല്ലായിടത്തും അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് ഐ വാണ്ട് ടു ടോക്ക് എന്ന സിനിമയെക്കുറിച്ചാണ്. ഇതൊരു ഹിന്ദി സിനിമയാണ്. അഭിഷേക് ബച്ചൻ, ജാനറ്റ്, അഹല്യ തുടങ്ങിയവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ഫാമിലി മൂവിയാണ്. തിയേറ്ററിൽ നിന്ന് മോശം അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ഈ സിനിമ ഇന്ന് ആമസോൺ പ്രൈമിൽ റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് പുഷ്പക വിമാനം എന്ന സിനിമയെക്കുറിച്ചാണ്. ഇതൊരു മലയാള സിനിമയാണ്. ഫാന്റസി ത്രില്ലർ സിനിമയാണ് പുഷ്പക വിമാനം. തിയേറ്ററിൽ നിന്ന് മോശം പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. സിജു വിൽസൺ, ബാലു വർഗീസ്, ലെന, ബേസിൽ ജോസഫ് തുടങ്ങിയവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ സൈൻ ആപ്പ് വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ ഈ ആഴ്ച തന്നെ റിലീസിനെത്തും. അടുത്തൊരു അപ്ഡേറ്റ് DNA എന്ന സിനിമയെക്കുറിച്ചാണ്. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ്. റായ് ലക്ഷ്മി, ബാബു ആന്റണി, അജു വർഗീസ്, ഹന്ന റജി, സ്വാസിക, രഞ്ജി പണിക്കർ ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് നല്ലൊരു അഭിപ്രായം DNA സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഡിസംബറിലായിരുന്നു സിനിമയുടെ റിലീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് പോസ്റ്റ്പോൺ ചെയ്തു. ഇന്ന് ന്യൂ ഇയർ ദിനത്തിൽ സിനിമ വരാനുള്ള സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. സൈനാപ്ലയാണ് DNA സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഇന്ന് റിലീസ് ആയില്ലെങ്കിൽ ഈ ആഴ്ച തന്നെ സിനിമയുടെ റിലീസ് ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് സൂക്ഷ്മദർശിനി എന്ന സിനിമയെക്കുറിച്ചാണ്. നസ്രിയ ബേസിലാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററിൽ ഹിറ്റായ സിനിമയാണ് സൂക്ഷ്മദർശിനി. ഈ സിനിമയുടെ HD പ്രിന്റ് നേരത്തെ ലീക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ ഒഫീഷ്യൽ OTT എത്തിയിരിക്കുകയാണ്. C5 ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. ഈ സിനിമയുടെ OTT ഉടനെ ഉണ്ടാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് സർപ്രൈസ് ആയിട്ട് സിനിമയുടെ OTT വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഈ ആഴ്ചയായിരിക്കും സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഹലോ ദുബായ്ക്കാരൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമ 2017 ഇറങ്ങിയതാണ്. സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായം ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. വർഷങ്ങളായിട്ടും ഇതുവരെ സിനിമയുടെ OTT വിറ്റുപോയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ ഹലോ ദുബായ്ക്കാരൻ എന്ന സിനിമയുടെ OTT സൈൻ ആപ്പ് വാങ്ങിച്ചിരിക്കുകയാണ്. ആദിൽ, മാളവിക, സലീം കുമാർ, ടിനി ടോം, കോട്ടയം നസീർ തുടങ്ങിയവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു കോമഡി മൂവിയാണ്. ഈ സിനിമ ജനുവരിയിൽ റിലീസ് ഉണ്ടാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. ഹലോ ദുബായ്ക്കാരൻ OTTയിൽ വരുന്നു. അടുത്തൊരു അപ്ഡേറ്റ് ഐ ആം കാതലൻ എന്ന സിനിമയെക്കുറിച്ചാണ്. ഈ സിനിമ തിയേറ്ററിൽ ഇറങ്ങിയിട്ട് 1 മാസമായി. ഈ സിനിമയ്ക്ക് വേണ്ടിയും ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. നസ്ലിൻ, അനീഷ്മ, ദിലീഷ് പോതനാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഗിരീഷ് ഷെഡിയാണ് സിനിമ സംവിധാനം ചെയ്തത്. പ്രേമലു എന്ന സിനിമയ്ക്ക് ശേഷം വന്നതുകൊണ്ട് സിനിമയ്ക്ക് ഹൈപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ഇപ്പോഴിതാ മനോരമ മാക്സും ആമസോൺ പ്രൈമും കാതലൻ എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. മനോരമ മാക്സ് കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തുവിട്ടിട്ട് ഒരാഴ്ചയായി. ഇതുവരെ റിലീസ് എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ന്യൂ ഇയർ ദിനത്തിൽ സർപ്രൈസ് ആയിട്ട് കാതലൻ എന്ന സിനിമ OTTയിൽ വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് വന്നില്ലെങ്കിലും ഈ ആഴ്ച തന്നെ സിനിമയുടെ റിലീസ് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. അടുത്തൊരു അപ്ഡേറ്റ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു റൊമാൻറ്റിക്കൽ ത്രില്ലർ സിനിമയാണ്. അർജുൻ അശോകൻ, ഷൈൻ ടോം ചാക്കോ, ജാഫർ ഇടുക്കി, ദേവികയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. നാദർഷിയാണ് സിനിമ സംവിധാനം ചെയ്തത്. പക്ഷേ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. റിയാസ് ഖാന്റെ അഭിനയം മാത്രമാണ് തിയേറ്ററുകളിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴിതാ ഈ സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. ഹോട്ട്സ്റ്റാറാണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ജനുവരി മാസത്തിൽ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമ ഹോട്ട്സ്റ്റാറിൽ റിലീസുണ്ട്. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ ജനുവരി 10 റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ്
അപ്ഡേറ്റ് പ്രഭയായി നനച്ചതെല്ലാം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു സർട്ടിഫിക്കറ്റ് ലഭിച്ച സിനിമയാണ്. ഒരുപാട് വിവാദം സിനിമ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തെ സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. നാളെ രാത്രി 12 മണിക്കാണ് സിനിമയുടെ റിലീസ്. ഹോട്ട്സ്റ്റാറാണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ജനുവരി 3-ന് പ്രഭയായി നനച്ചതെല്ലാം എന്ന സിനിമ OTT റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. കാരണം സിനിമ അത്രയ്ക്കും ഹൈപ്പിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ദിലീപ്, തമന്ന, ശരത് കുമാർ, മമത മോഹൻദാസ്, കലാഭവൻ ഷാജോൺ, സിദ്ദിഖ് തുടങ്ങിയവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. സിനിമ ഇപ്പോൾ ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തുവിട്ടിട്ട് 2 ആഴ്ചയായി. ഇതുവരെ ആമസോണിൽ റിലീസ് ഉണ്ടായിട്ടില്ല. ബാന്ദ്ര എന്ന സിനിമ സർപ്രൈസ് ആയിട്ട് വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഒരു പക്ഷേ ഇന്ന് ന്യൂ ഇയർ ദിനത്തിൽ സർപ്രൈസ് ആയിട്ട് ബാന്ദ്ര സിനിമ വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഈ ആഴ്ചയായിരിക്കും സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് നടികർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി ഡ്രാമ മൂവിയാണ്. ഒരുപാട് താരനിര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ നടികർ എന്ന സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ടോവിനോ തോമസ്, സബിൻ ഷാഹിർ, ഭാവന, ബാലു വർഗീസ്, ദിവ്യ പിള്ളൈ, അനൂപ് മേനോനാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ആമസോൺ പ്രൈം നടികർ എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ റിലീസായിട്ട് ഒരുപാട് നാളായി. ഇതുവരെ OTT റിലീസ് ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ ജനുവരി മാസത്തിൽ നടികർ എന്ന സിനിമ OTT റിലീസ് ഉണ്ടായിരിക്കുന്നതാണ്. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ ജനുവരി 10-ാം തീയതി ആയിരിക്കും നടികർ എന്ന സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് രാമചന്ദ്ര ബോസൻകോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ആക്ഷൻ കോമഡി ത്രില്ലർ സിനിമയാണ്. നിവിൻ പോളിയാണ് സിനിമയിലെ നായകൻ. സിനിമയ്ക്ക് നല്ല അഭിപ്രായമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ഓണത്തിനാണ് സിനിമ റിലീസായത്. സിനിമ ഇറങ്ങിയിട്ട് ഇത്രയും നാളായിട്ട് OTT വിറ്റുപോയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ രാമചന്ദ്ര സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. ഈ ജനുവരി മാസത്തിലാണ് രാമചന്ദ്ര ബോസൻകോ എന്ന സിനിമയുടെ OTT റിലീസ്. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ ജനുവരി ലാസ്റ്റ് വീക്കിൽ ആമസോൺ പ്രൈമിൽ സിനിമയുടെ റിലീസ് ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് നല്ലൊരു അഭിപ്രായമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊരു ഹൊറർ സസ്പെൻസ് മൂവിയാണ്. ഭാവന, അതിഥി ദേവി, രഞ്ജി പണിക്കർ, അജ്മൽ തുടങ്ങിയവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഭാവനയുടെ ഒരു തിരിച്ചറിവ് തന്നെയായിരുന്നു ഹണ്ട് എന്ന സിനിമ. ഈ സിനിമ ഇതുവരെ OTTയിൽ വിറ്റുപോയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ആമസോൺ പ്രൈം ഹണ്ട് എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുണ്ട്. ക്രിസ്മസിന് സിനിമ വരുമെന്ന റിപ്പോർട്ട് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് പോസ്റ്റ്പോൺ ചെയ്തു. ഇന്ന് ന്യൂ ഇയർ ദിനത്തിൽ സർപ്രൈസ് ആയിട്ട് ഹണ്ട് വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പിന്നെ അടുത്ത ആഴ്ചയായിരിക്കും ഹണ്ട് എന്ന സിനിമ ആമസോൺ പ്രൈമിൽ വരുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് പുഷ്പ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഫഹദ് ഫാസിൽ, രശ്മിക മന്ദാന, അല്ലു അർജുൻ ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ HD പ്രിന്റ് ലീക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒഫീഷ്യൽ OTT വന്നിട്ടില്ല. 2000 കോടി ക്ലബിൽ ഇടം പിടിച്ച സിനിമയാണ് പുഷ്പ 2. ഈ സിനിമയുടെ OTT ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജനുവരി 30-ന് നെറ്റ്ഫ്ലിക്സിലാണ് പുഷ്പ 2-ന്റെ ഒഫീഷ്യൽ OTT റിലീസ്. എല്ലാ ലാംഗ്വേജിലും അന്ന് അവൈലബിൾ ആയിരിക്കും. അടുത്തൊരു അപ്ഡേറ്റ് പണി എന്ന സിനിമയെക്കുറിച്ചാണ്. തിയേറ്ററുകളിൽ ഹിറ്റായ സിനിമയായിരുന്നു പണി. ജോജു ജോർജ്, സാഗർ സൂര്യ, ബോബി കുര്യൻ, മെർലെറ്റ്, ജുനേസ് തുടങ്ങിയവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. സോണി ലീവാണ് പണി സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമയുടെ റിലീസ് തീയതി പുറത്തു വന്നിട്ടില്ല. ജനുവരി 3-ന് സിനിമ സർപ്രൈസ് ആയിട്ട് സോണി ലീവിൽ റിലീസ് ഉണ്ടാകുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അങ്ങനെയാണെങ്കിൽ നാളെ രാത്രി 12 മണിക്കായിരിക്കും പണി സിനിമയുടെ OTT റിലീസ്. ജനുവരി 3-ന് റിലീസ് ആയിട്ടില്ലെങ്കിൽ പിന്നെ അടുത്ത വീക്കിലായിരിക്കും സിനിമ OTT റിലീസ് ഉണ്ടാവാൻ പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് മാർക്കോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നിലവിൽ കേരളത്തിൽ നിന്ന് 38,40,00,000 രൂപ മാർക്കോ എന്ന സിനിമ കളക്ഷൻ നേടി. ഹിന്ദിയിൽ നിന്ന് മാത്രം 3,80,00,000 രൂപയാണ് മാർക്കോ കളക്ഷൻ നേടിയിരിക്കുന്നത്. ഹിന്ദിയിൽ മാർക്കോ ഹിറ്റായിരിക്കുകയാണ്. ടോട്ടൽ വേൾഡ് വൈഡ് ആയിട്ട് 72,70,00,000 രൂപയാണ് മാർക്കോ കളക്ഷൻ നേടിയിരിക്കുന്നത്. വരുന്ന ദിവസങ്ങളിൽ മാർക്കോ സിനിമ 100 കോടി ക്ലബിൽ ഇടം പിടിക്കും. ഇപ്പോഴത്തെ സിനിമയുടെ OTT അവകാശം നെറ്റ്ഫ്ലിക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ റിലീസായിട്ട് 45 ദിവസത്തിനുള്ളിലായിരിക്കും നെറ്റ്ഫ്ലിക്സിൽ മാർക്കോ എന്ന സിനിമ OTT റിലീസ് ആവുന്നത്. ജനുവരി ലാസ്റ്റ് വീക്കോ അല്ലെങ്കിൽ ഫെബ്രുവരിയിലായിരിക്കും സിനിമ OTTയിൽ എത്തുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.